തൃശ്ശൂര് ഇങ്ങനെ ഒരു ചടങ്ങിൽ എത്തിച്ചേരാൻ സാധിച്ചത്. കാരണം തൃശ്ശൂരുമായിട്ടൊരു ചെറിയ ബന്ധമുണ്ട് എനിക്ക്. വളരെ പണ്ട് 6ാം ക്ലാസ്സിൽ 1 വർഷം മാത്രമേ ഞാൻ ഇവിടെ പഠിച്ചിട്ടുണ്ട്. അതിനുള്ള അവസരം പലർക്കും കിട്ടാതെ പോവാണ്. അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ സഹായിക്കേണ്ട ആൾക്കാരുമായിട്ട് കണക്ട് ചെയ്യാൻ അവർക്ക് സാധിക്കാതെ പോവുകയാണ്. അപ്പൊ വിശ്വസനീയമായ രീതിയിൽ അതിന്റെ ഭാഗമാവാനും ആ ഒരു ചെയ്യുന്ന നന്മയെ പിടിച്ചിട്ട് പബ്ലിസിറ്റി ചെയ്യാതെ, ഇപ്പം ചിലര് 10 രൂപയുടെ ഒരു സഹായം ചെയ്തിട്ട് 10 ലക്ഷത്തിന്റെ പരസ്യം വയ്ക്കും അല്ലെ. ചോദിച്ചു ഇതാരാണ്. കാരണം ഒരു ചെറിയ കുട്ടിയാണെങ്കിലും ഒരു കാര്യം നമുക്ക് മനസ്സിലാവും, പ്രത്യേകിച്ച് കുട്ടികൾക്ക്. ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ നമുക്ക് അനീതിയും ഒരു അൺഫെയർ ആയിട്ടുള്ളൊരു സംഭവങ്ങൾ അല്ലെങ്കിൽ റൂഡായിട്ടുള്ള ഇതൊക്കെ പെട്ടെന്ന് അല്ലെ നമുക്ക് ഫീൽ ചെയ്യും. ഇത് അപ്പൊ ഞാൻ ചോദിച്ചു ഇത് ആരാണെന്ന്. കാരണം ഇദ്ദേഹം ഹയറാർക്കിയിൽ കുറച്ചുകൂടെ മേലെയാണെന്ന് മനസ്സിലായി. ഇദ്ദേഹത്തിനാണ് നേരത്തെ പറഞ്ഞ പവർ കൂടുതലുള്ളതെന്ന് മനസ്സിലായി. പക്ഷെ ഇദ്ദേഹം പെരുമാറിയത് ആ ഒരു രീതി വളരെ ഫാസിനേറ്റിംഗ് ആയിട്ട് തോന്നിയുകൊണ്ട് അമ്മയടുത്ത് ചോദിക്കാം. അപ്പൊ അമ്മ പറഞ്ഞു ഇതാണ് ഹെൽത്ത് സെക്രട്ടറി, അദ്ദേഹം ഒരു IAS ഓഫീസറാണ്. അപ്പൊ നിങ്ങൾ ഇതിന് ഇനി സിനിമാറ്റിക് ആയിട്ട് കാണണം. ഞാനപ്പോൾ തിരിഞ്ഞു നോക്കുന്നു, അപ്പൊ തിരിഞ്ഞു നോക്കുമ്പോൾ ഇങ്ങനെ പാൻ ചെയ്ത് ക്യാമറ പോകുമ്പോൾ പേരിന്റെ അറ്റത്ത് IAS എന്ന് കാണുന്നു. അപ്പൊ ഓക്കെ ഇത് എന്ന് വിചാരിച്ച ആ ഒരു നിമിഷത്തിൽ IAS ആണെന്ന് University Intercollegiate Weightlifting Championship, and the award goes to Anjana Srijit from the Department of History. The next award prize awarded to the cadet who attended prestigious All India Tal Sainik Camp 2023 at Delhi Cantonment, and it goes to Cadet Mia Lal E from the Department of Microbiology. Kerala Chief Minister's Student Excellence Award special commendation goes to Ms. Navya Biju from the Department of Computer Science and Application. ഇന്ത്യയിൽ ഏതാണ്ട് 20 ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് ഉണ്ടായിരുന്നത്, പ്രത്യേകിച്ച് യൂണിവേഴ്സിറ്റികൾ. കുറച്ച് കോളേജുകളും ഉണ്ടായിരുന്നു. അതേ ഒരു 70 വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഒരു 1400-ൽ പരം യൂണിവേഴ്സിറ്റികളും മറ്റു ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, IIT-കൾ പോലെയുള്ള ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമാണ്. അപ്പൊ ഈ ഒരു കാലഘട്ടത്തിൽ വന്നിരിക്കുന്ന ഒരു മാറ്റം. Put your hands together for the best outgoing UG students of St. Mary's College. Prize awarded by Mrs. Celine George, retired HOD of Maths, to the best student in BSc Mathematics goes to Anaka. എഡ്യൂക്കേഷണൽ കൗൺസിലർ, അതുപോലെ തന്നെ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, അധ്യാപകരെ, അനധ്യാപകരെ,